നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളവിടെ ഫേസ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻസിനെ പറ്റി അവെയർ ആക്കുകയും അത് എങ്ങനെയാണ് 5 സ്റ്റെപ്സിൽ നമുക്കത് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന പ്രോഗ്രാമാണ് സിംപ്ലിഫൈ. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഫീൽഡിൽ നമ്മൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് കമൻറ്റായും നമ്മളുടെ കൺസൾട്ടിങ് സെഷൻസിൽ ആൾക്കാർ ചോദിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇന്ന് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഓഫീസ് പോളിറ്റിക്സ്. ഈ ഓഫീസ് പോളിറ്റിക്സിൻ്റെ പല സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഓഫീസ് പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പല ടൈപ്പിലുള്ള ഓഫീസ് പോളിറ്റിക്സാണ് നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്നത്. യൂഷ്വലി പലയിടത്തും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മളെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു പ്രവണത. ചിലപ്പോൾ നമ്മളൊരു ടീം മെമ്പർ ആവാം, ചിലപ്പോൾ നമ്മൾ ടീം ലീഡർ ആവാം, ചിലപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് ഉള്ള ആൾക്കാരായിരിക്കാം. എങ്ങനെയായാലും അവർ ഓഫീസിലുള്ള കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും അതിനകത്ത് നിന്ന് നമ്മളെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളില്ലാതെ അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക, അല്ലെങ്കിൽ നമ്മളെ കൂട്ടാതെ അവർ മാത്രം ഒരു വീക്കെൻഡ് പാർട്ടിക്ക് പോവുക, അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഭയങ്കര വിഷമം വരില്ലേ. എന്തുകൊണ്ടാണ് അവർ നമ്മളെ കൂട്ടാത്തതെന്നൊക്കെ നമ്മൾ ആലോചിക്കും. അത് ഒരു ഇമോഷണൽ ഡാമേജാണ് നമുക്ക് തരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു പ്രൊഫഷണൽ ലെവലിൽ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാതിരിക്കുക, നമ്മൾ മാത്രം സൈഡ് ലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് നമ്മളുടെ അവിടുത്തെ ഒരു വർക്ക് കൾച്ചറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒരു രീതിയിലും നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കരുത്. ഇനി ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മളുടെ വർക്ക് പ്ലേസിൽ നടന്നേക്കാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് നമ്മുടെ റിയാക്ഷൻസ് വരേണ്ടത്. എല്ലാ ചെറിയ കാര്യത്തിനും നമ്മൾ ഏറ്റെടുത്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ, ഒരു 4-5 ആൾക്കാർ അവരൊരു ഗ്രൂപ്പ് ആവുകയും അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി നമ്മളതിനകത്ത് കൂട്ടാതിരിക്കുകയും വീക്കെൻഡ് എല്ലാം അവരൊരുമിച്ച് കൂടി കറങ്ങാൻ പോവുകയും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ മീറ്റിങ്സ് കൂടുകയും അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ അറിയിക്കാതെയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ഏൽപ്പിച്ച പണി നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ട് നമ്മൾ അത് മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ വേണ്ടാത്ത പൊളിറ്റിക്സിലൊന്നും പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ മാനേജിങ് സൈഡ് ലൈനിങ് ഈസ് ഇഗ്നോർ. ആൻഡ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നമ്മളെ ചേർത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തൊന്നും കുറയാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡോ നിങ്ങളുടെ കാലിബറോ ഒന്നും ഇതിനെ ബാധിക്കാൻ പോകുന്നില്ല. എങ്കിലും നമുക്കൊരു ചെറിയൊരു മെൻ്റൽ പ്രഷർ വരും, തീർച്ചയായിട്ടും വരും. അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അവരെ അറിയിക്കുക നമ്മളിങ്ങനെ ഒരു സംഭവം അറിഞ്ഞു എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പോയി വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പകരം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പ് പിക്ചേഴ്സ് കണ്ടിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും നമ്മൾ കുറച്ച് ആൾക്കാരെ മാത്രം വെച്ചിട്ട് ഇവിടെ 2-3 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. പക്ഷേ അതല്ലാതെ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ദേഷ്യം നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഐദർ ഇൻ എ കോമിക്കൽ വേ ഓർ ഇൻ എ ഫ്രണ്ട്ലി വേ ലെറ്റ് ദെം നോ ദാറ്റ് യു ആർ അവെയർ. അപ്പോൾ ആ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യലാണ് ടിപ്പ് നമ്പർ 2. നമ്മളെ കൂട്ടാതെ ആൾക്കാർ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമോ അത് തന്നെയാണ് നമ്മളെല്ലാവരും ചേർന്ന് ഒരാളെ കൂട്ടാതെ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പം അവർക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നെവർ സപ്പോർട്ട് സച്ച് ഇനീഷ്യേറ്റീവ്സ്. അതാണ് ടിപ്പ് നമ്പർ 3, നെവർ സപ്പോർട്ട് സച്ച് ഇനീഷ്യേറ്റീവ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും, നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിന് കാരണമാവാതിരിക്കാൻ ശ്രമിക്കുക. ചില സമയങ്ങളിൽ നമ്മൾ പ്രൊഫഷണലി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഇൻഫർമേഷനും വേണം. എന്നാൽ ഇങ്ങനത്തെ സൈഡ് ലൈനിങ് കൊണ്ടും ഗ്രൂപ്പ് ഫോർമേഷൻസ് കൊണ്ടും പലപ്പോഴും പ്രൊഫഷണൽ ഇൻഫർമേഷൻ പോലും നമുക്ക് ഷെയർ ചെയ്ത് കിട്ടാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടിപ്പ് നമ്പർ 4, ദാറ്റ് ഈസ് സ്പീക്ക് ഡയറക്ട്ലി ടു യുവർ റിപ്പോർട്ടിംഗ് പേഴ്സൺ.
നമ്മളുടെ തൊട്ടുമുകളിൽ ആരാണോ ഉള്ള അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ഈ ഗ്രൂപ്പുകാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ തന്നെ ഡിസൈഡ് ചെയ്ത് അവർ എന്നെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു അലിഗേഷനിൽ നമുക്ക് ഒരു ലിമിറ്റ് വരെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 4. വർക്ക് പ്ലേസിലായാലും പേഴ്സണൽ ലൈഫിലായാലും നമ്മളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഒരു ലിമിറ്റ് വിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിക്കം അവെയർ ദാറ്റ് എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ സൈഡ് ലൈനിങ് എന്ന് പറയുന്നത് അത് അവരുടെ കൾച്ചറാണ്, അത് നമ്മളുടെ തെറ്റുകൊണ്ടല്ല. ലോജിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു ബിഹേവിയർ ട്രീറ്റ് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് മാറ്റേണ്ട ഒരു ട്രീറ്റ് ആണെങ്കിൽ അത് മാറ്റുക. ചിലപ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് തമാശകൾ പറയുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നത് കൊണ്ടോ ആരഗൻസ് കൊണ്ടോ ആണ് നമ്മൾ സൈഡ് ലൈൻഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലോജിക്കലി അതൊന്ന് ആലോചിച്ച് റീസൺ ചെയ്തിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇനി അഥവാ നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റിയില്ലെങ്കിലും വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സ്ക്ലൂഷൻ ഓർ സൈഡ് ലൈനിങ് ഈസ് ദെയർ കൾച്ചർ ആൻഡ് നോട്ട് അവർ പ്രോബ്ലം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് നമ്പർ 5 ഈസ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾക്ക് മെൻ്റലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോക്കസ് നമ്മൾ മാറ്റി നമ്മളുടെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യാം. ആൻഡ് ചേഞ്ച് യുവർ ഫോക്കസ് ടു യുവർ വർക്ക്. നമ്മൾ എന്താണോ നമ്മളവിടെ ചെയ്യാൻ വന്നിരിക്കുന്നത് ആ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്ത് അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വരുന്ന ചെറിയ നെഗ്ലക്റ്റും ചെറിയ ഓഫീസ് പോളിറ്റിക്സും ഒക്കെ ഒരു ലെവൽ വരെ നമുക്ക് അതിനകത്തുള്ള ഇമ്പോർട്ടൻസ് കുറയ്ക്കാൻ പറ്റും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല സ്റ്റേബിൾ ആൻഡ് ഹാപ്പി വർക്ക് പ്ലേസ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.